ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും അതുപോലെ തന്നെ നമ്മളെ ബറാത്ത് സുന്നത്ത് നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും റെസിപ്പികളും എല്ലാം ഇൻക്ലൂഡാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുതേ. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ നടക്കാനൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്ന ദിവസമൊന്നും അധികം തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ചൂടിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം നല്ലൊരു മഞ്ഞും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചില ദിവസങ്ങളിൽ തണുപ്പും ചില ദിവസങ്ങളിൽ ചൂട്, ഉച്ച സമയത്തൊക്കെ അത്യാവശ്യം നല്ല ചൂടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ആ തണുപ്പും കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇതാ നല്ല മഞ്ഞൊക്കെ മൂടിയിട്ടുണ്ട് രാവിലെ. നല്ല രസമാട്ടോ അതിങ്ങനെ പുറത്തുനിന്ന് ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ആ മഞ്ഞും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അത് രാവിലെ തന്നെ കിട്ടുന്ന ഒരു കാര്യം. ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യം നല്ല വെയിലിലേക്കും ചൂടിലേക്കും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോൾ റമദാൻ നോമ്പൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ചൂട് തന്നെ ആയിരിക്കും അല്ലേ. ശരിക്കും റമദാൻ ഇങ്ങ് എത്തിയില്ല, നമ്മളെ ഏകദേശം അടുത്ത് എത്തിയെന്ന് വേണം പറയാൻ. അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്കിലും സന്തോഷത്തിലും ഒക്കെയാണ്. റമദാൻ വരുമ്പോൾ നമുക്കൊരു പ്രത്യേകിച്ചൊരു ഫീലല്ലേ. എല്ലാം ചിലർ പറയും നമ്മൾ റമദാനായിട്ടാണോ വീട് നന്നാക്കുന്നത്, റമദാനിലേക്ക് വേണ്ടിയിട്ടാണോ പൊടികൾ ഉണ്ടാക്കുന്നത്, അരി ഉണ്ടാക്കുന്നത്, പൊടിപ്പിക്കുന്നത് എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. അത് എൻ്റെ മൈൻഡിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സന്തോഷം വരുമ്പോൾ ഇപ്പോൾ നമ്മളെ വീട്ടിലൊരാൾ വരികയാണ്, ഒരു ഗസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ആൾ വരികയെന്ന് വിചാരിക്കാം. നമ്മൾ എന്തൊക്കെ ഒരുക്കും അവർക്ക് വേണ്ടിയിട്ട്. അല്ലാതെ എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ ഒരുക്കുമോ? നമുക്ക് മടിയും നമുക്ക് സമയമില്ലായ്കയും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ആൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു റിസ്ക്കൊന്നും നമുക്ക് ഉണ്ടാവില്ല. കാരണം ആ ഒരു ഹാപ്പിനെസ് ഉള്ളിലുണ്ടായിട്ട് നമ്മൾ ഭയങ്കരമായിട്ടുള്ള സൽക്കാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യൂലേ അവർക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാട്ടോ എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ വരികയാണ്, അത്രയും ഞാൻ ഉദ്ദേശിച്ചത് എക്സാമ്പിൾ കേട്ടോ, റമദാൻ. അപ്പോൾ നമ്മളെ മൈൻഡിൽ അത്രയും ഇഷ്ടമുണ്ട്, അത് വരാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടത്തോട് കൂടിയിട്ടാണ് നമ്മളെ വീടൊരുക്കങ്ങളും നമ്മളെ എന്താ പറയുക ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളാക്കാൻ വേണ്ടിയിട്ടും. മാത്രമല്ല അല്ലാത്ത സമയത്ത് നമ്മൾ ഈ മുളക് പൊടി അരിപ്പൊടി ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഈ സമയത്ത് നമ്മളതെല്ലാം അങ്ങ് ഒരുക്കി വെക്കും അല്ലേ. അതൊരു ഒരുക്കാണ് നമ്മളെല്ലാം. അതല്ലാണ്ട് ആ ഒരു മാസത്തേക്കുള്ളതല്ലല്ലോ നമ്മളിതെല്ലാം ചെയ്യുന്നത്. പക്ഷെ എല്ലാം നമ്മൾ തയ്യാറാക്കി വെക്കുന്ന ഒരു ഒരുക്കം. അല്ലാണ്ട് ആ ഒരു മാസത്തേക്ക് മുളക് പൊടി വേണം, എല്ലാ മാസവും നമ്മളിതൊക്കെ ഉപയോഗിക്കുന്ന, എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് നമ്മളെല്ലാം ഒരുക്കുന്നു. ക്ലീനിങ് നമ്മളതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ചെയ്യുന്നു എന്ന് മാത്രമല്ലേ. അപ്പോൾ അത് നമുക്ക് പിന്നീട് പറയാം. നമ്മൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. ഒന്നുമില്ല, കുറച്ച് ചിക്കൻ ഉണ്ട്. അപ്പോൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വെള്ളപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഈസിയാവും. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ വേറെ ചിന്തിക്കാനൊന്നുമില്ല. അപ്പമൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 2 സവാളയും 2-3 പച്ചമുളകും ഒരു 2 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് മിക്സീൻ്റെ ജാറിൽ വെള്ളം ഇല്ലാണ്ടൊന്ന് അരച്ചെടുത്തു. കുറച്ച് വെളിച്ചെണ്ണ കുക്കറിൽ ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തു കേട്ടോ. ഒന്നും അതിൻ്റെ പച്ചമണക്കം മാറുന്ന രീതിക്ക്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഞാൻ ചെറിയ സ്പൂണാട്ടോ ഉപയോഗിച്ചത്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ പെപ്പർ, 1.5 2 യൂസ് ചെയ്യാം കേട്ടോ. കറി വെക്കുന്നതിനനുസരിച്ച് എരിവൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ചിക്കൻ കുറച്ചേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നമ്മളെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് അങ്ങനെയൊക്കെ കുറേ ഇടണ്ട. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാര്യം നമ്മൾ ഈ ഉള്ളിയൊക്കെ പേസ്റ്റ് ആക്കിയതല്ലേ, അപ്പോൾ ഒരു അടിയിൽ പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ട
ഇപ്പോൾ ചിക്കനൊക്കെ ഞാൻ ചിക്കൻ അത്യാവശ്യം ആ ഒരു അര ഗ്ലാസ് 1 ഗ്ലാസ്സൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഒരു 2 വിസിൽ വന്നിട്ട് 2-3 മിനിറ്റൊന്നും സിമ്മിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കുറഞ്ഞ അളവിലല്ലേ ചിക്കനുള്ളൂ. അപ്പോഴത്തേക്കും അത് വെന്ത് കിട്ടേ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അപ്പം കൂടെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ഇനി ഞാൻ തേങ്ങ ചിരകി വെച്ചതുണ്ട് കേട്ടോ. അതെപ്പോഴും ചിരകി വെക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 പാൽ എടുക്കും. അത്ര തന്നെ എടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഒരു 4-5 കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അത് കുതിർത്തിട്ട് അരച്ചെടുക്കും. ഇപ്പം ഞാനൊരു 5-6 കാഷ്യൂനട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. കുറഞ്ഞ അളവിൽ നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി അത് കയ്യിലില്ലെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂണ് മൈദയല്ലേ അതും കുറച്ച് പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഹെൽത്തി ഭാഗം നോക്കുകയാണെങ്കിൽ അത് ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ടേസ്റ്റിലൊന്നും ഒരു ഡിഫറൻസും വരില്ല കേട്ടോ. കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ കാഷ്യൂനട്ടിനെ ചേർത്ത് കൊടുക്കാം. ഞാൻ അതൊക്കെ ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അരക്കുന്നതും കാര്യങ്ങളൊന്നും കാണിക്കാത്തത് ഞാൻ മുന്നേ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളപ്പം റെസിപ്പി അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുമേ. വെള്ളപ്പവും അതുപോലെ തന്നെ ചിക്കൻ സ്റ്റൂ, മട്ടൺ സ്റ്റൂ എല്ലാം, വെജ് സ്റ്റൂ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കുറുമ എന്നൊക്കെ അടിച്ചു നോക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമേ. അപ്പോൾ നമ്മൾ ചിക്കൻ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 5-6 കാഷ്യൂനട്ട് ഒന്ന് പേസ്റ്റാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് കേട്ടോ ഞാൻ പറഞ്ഞത് 1 ടീസ്പൂൺ മൈദ പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒരു തിള വന്ന സമയത്ത് ഇനി നമ്മൾ കുറച്ച് തേങ്ങ, ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് 1/4 പാൽ മാത്രം കേട്ടോ അതേ എടുക്കുന്നുള്ളൂ. അതും കൂടെ ഒഴിച്ച് കൊടുത്താൽ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അധികം തിളച്ച് മറിയൊന്നും വേണ്ട കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഈ കുറച്ച് മല്ലിയിലും കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ കറി റെഡി. നമ്മൾ വഴറ്റിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പച്ചവെളിച്ചെണ്ണ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചുവന്നുള്ളിയിൽ വറവിട്ടെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യട്ടെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. റഫീഖാക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പവും സ്റ്റൂവും ഒക്കെ കഴിക്കട്ടെ. ഇവിടെ നമുക്ക് രാവിലെ ഇഷ്ടം അധികം എരിവില്ലാത്ത ഇങ്ങനത്തെ ചിക്കൻ സ്റ്റൂ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ടല്ലോ, അതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പതിവും ഞാൻ അങ്ങനെ തന്നെ ആക്കണമായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക. ഇനിയിപ്പോൾ അല്ലേ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് അന്നത്തെ ദിവസം എനിക്ക് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് പുറത്ത് പോകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടായി. പിന്നെ അന്നത്തെ ദിവസം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മളെ ബറാത്ത് നോമ്പിൻ്റെ, സുന്നത്ത് നോമ്പിൻ്റെ അന്നത്തെ ദിവസം എടുത്തതാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയായപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 5 മണി 4:30 ആ ഒരു സമയത്തൊക്കെ വരലുള്ളൂ കേട്ടോ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് റെസിപ്പിയും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. കാര്യം നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാനും ഒക്കെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് ഇന്ന് എന്തായാലും നോമ്പല്ലേ, റഫീഖാക്കും എനിക്കും നോമ്പുണ്ട്. പിന്നെ ഏട്ടത്തിയും മക്കളും വരുന്നുണ്ട് കേട്ടോ, അവർക്കും നോമ്പുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും നോമ്പ് തുറക്കാൻ എടുക്കുകയും ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് റെസിപ്പി ഷെയർ ചെയ്യുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ. ഇതിൽ ഞാൻ ആ സ്നാക്സിൻ്റെ റെസിപ്പികൾ കാണിക്കുന്നില്ല. അടുത്ത ദിവസം, അതായത് നാളെ സ്നാക്സ് റെസിപ്പി കാണിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇന്നും നാളെയും തരാമെന്ന് വിചാരിച്ചത്. അത് പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ സ്നാക്സ് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഇപ്പോൾ കുറച്ച് വെജിറ്റബിൾസും സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ടായിരുന്നു. ഞാൻ എല്ലാ സ്നാക്സിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അതാണ് കേട്ടോ നല്ലത്. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കുക്കിംഗ് പെട്ടെന്ന് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ വേഗം പരിപാടികൾ കഴിയും. അല്ല നമ്മൾ ഒന്നെടുക്കാൻ പോയി അങ്ങനെ ചെയ്യല്ല. അല്ല ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഓരോന്ന് പെട്ടെന്ന് അങ്ങനെ ചെയ്തു പോകലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നല്ല വെറൈറ്റി ഐറ്റംസ് ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ഈസി ആയിട്ട് നമ്മളെ കയ്യിലൊക്കെ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു വെറൈറ്റി ആയിട്ട് എല്ലാം സമൂസ, ചിക്കൻ റോള് അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ അതിൽ വെറൈറ്റി ആയിട്ട് എന്താ മസാല കൊടുക്കുക, വെറൈറ്റി ആയിട്ട് എന്താ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്ന് ആലോചിക്കുന്നവർക്ക് നല്ല കിടിലൻ റെസിപ്പിയും ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം ഞാനിത് കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. ഞാനൊരു 3 ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം സെറ്റാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ചെയ്യാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇന്നത്തെ നമ്മളെ മെയിൻ ഡിഷ് ബീഫ് മുളകിട്ട് വരട്ടിയതും
ഒറോട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞ പത്തിരിപ്പൊടിയൊക്കെ തീർന്നിട്ടുണ്ട്, ഒറോട്ടിപ്പൊടിയും തീർന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് പൊന്നിയരി ഉണ്ടായിരുന്നു, ഞാൻ അത് മാത്രം ഒന്ന് അരച്ചെടുത്തിട്ട് തുണിയിൽ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കെട്ടിവെച്ച് വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ഉപ്പ് ചേർത്ത് കുഴച്ച് എടുക്കാനേ ഉള്ളത്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ബീഫിലേക്കുള്ള മസാല നോക്കാം. ഞാനൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ബാക്കി ഒരു 6 ടീസ്പൂണോളം മുളകും ചേർത്തിട്ടുണ്ട്, മുളക് പൊടി കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, കുറച്ച് വലിയ ജീരകവും, ഒരു 1/4 ടീസ്പൂണെല്ലാം വലിയ ജീരകം, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കരിഞ്ഞു പോയത്, ഒരു നല്ലൊരു സ്മെല്ല് വരുന്ന ആ ഒരു ടൈം അങ്ങനെ ചെയ്തെടുത്താൽ നമ്മൾ ബീഫ് വരട്ടിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് മല്ലി സ്കിപ്പ് ചെയ്യാം, മല്ലി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ആവശ്യത്തിന് എടുക്കാം, കുഴപ്പമൊന്നുമില്ല, കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സവാളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ മുളകും ഇതും മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടെ എടുക്കുന്നുണ്ട്. എൻ്റെ സൗണ്ട് പ്രശ്നമുണ്ട്, ചെറിയ കോൾഡൊക്കെ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സൗണ്ടിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, സോറി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നമ്മൾ ഇതിലേക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ വഴറ്റിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ബീഫില്ലേ, ആ ഒരു മസാലക്കുത്തൊന്നും ഇല്ലാത്ത ആ ഒരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഇങ്ങനെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. ഇപ്പോൾ ഇതിലിട്ട് കാണിക്കുന്നത് കുക്കർ ഇങ്ങനെ ഉള്ളിലേക്ക് കാണിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ, അതുകൊണ്ട് ഇതിൽ കുക്കറിൽ തന്നെ ഇട്ടിട്ട് എല്ലാം ചെയ്താൽ മതി കേട്ടോ. ഞാനിതിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ, കാണിക്കാനുള്ള എളുപ്പത്തിൽ കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവി ടൈപ്പാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 1 ഗ്ലാസ്സോളം വെള്ളം. നിങ്ങൾക്ക് വേണ്ട ഒരു വരട്ട് ടൈപ്പാണെങ്കിൽ ആ ഒരു വെള്ളം സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ മസാലയൊക്കെ ചേർത്ത് ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പമാണ് കേട്ടോ. ബീഫ് വരട്ടിയതും ഒറോട്ടി പൊടി മാവ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇനി അത് ചുട്ടെടുക്കേണ്ട കാര്യമുള്ളൂ. ഒറോട്ടി പിന്നെ വലിയ പാന് വെച്ച് ദോശപ്പാന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഏട്ടത്തിയും മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഒരു അസ്ര നമസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ സിമ്പിൾ പരിപാടികളാണല്ലോ, അപ്പോൾ അതൊന്ന് വേഗം ചെയ്തെടുക്കട്ടെ. ഏകദേശം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്നാക്സിനുള്ള കാര്യങ്ങൾ റെഡിയാണ്, ഒറോട്ടീൻ്റെ പൊടിയും റെഡിയാണല്ലോ, അപ്പോൾ കുറേ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മളെ മാവിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് റേഷൻ അരിയിലും ഇത് ചെയ്യാം കേട്ടോ, ഏത് പുഴുങ്ങലരിയിലും ഇത് ചെയ്യാം. ഞാനിപ്പോൾ പൊന്നി അരി എൻ്റെ കയ്യിൽ തീർക്കാൻ വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഓൾഡ് സ്റ്റോക്കുകളൊക്കെ തീർക്കണ ആ ഒരു തിരക്കിലാണ് കേട്ടോ. കുറച്ച് ഇനി ഒരു 2 കപ്പ് അരിയും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. എന്നിട്ട് ഒരു 5 മണിക്കൂറൊക്കെ കുതിർത്ത് വെക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെ അരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് തോർത്തിന് നല്ല ടർക്കിയിൽ പൊതിഞ്ഞ് കെട്ടി വെച്ചതാണ്. ചിലർക്ക് അത് ശരിയായി എന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ട് ഒറോട്ടി ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് ശരിയായി കിട്ടുന്നില്ല, വെള്ളം വലിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്നതിലുള്ള എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ആയിരിക്കും അത്. എനിക്ക് പണ്ട് അങ്ങനെ ഫ്ലോപ്പായി പോകാറുണ്ട്, പക്ഷെ ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടലുണ്ട് കേട്ടോ. ചെറിയ അളവിൽ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് റെഡിയായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മളെ മാവിലെല്ലാം ഉപ്പിട്ടിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് അവർ നിസ്കരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഇവിടെ ഇരുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഒരു ആപ്പിൾ കൊടുത്തിട്ട് അത് നിലത്തേക്ക് ഇടുക, അത് എടുത്ത് കൊടുക്കുക, പിന്നെ ഇടുക, പിന്നെ എടുത്ത് കൊടുക്കുക. ഇത് തന്നെയാണ് കേട്ടോ എൻ്റെ പണി. അപ്പം ഇനി ഒറോട്ടിയും കൂടെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഒറോട്ടിപ്പൊടി നിങ്ങളിപ്പോൾ ചോദിക്കും ഒറോട്ടിപ്പൊടി കാണിക്കണേന്ന്, കാണിക്കാം കേട്ടോ. ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ റെഡിയാക്കിയിട്ട് നിങ്ങളെ കാണിക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ്. ശരിക്കും നമ്മളെ വീട്ടിലെ കുട്ടികളിലെ ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നമ്മൾ നല്ലൊരു ശ്രദ്ധ അവരുടെ മേലിൽ കൊടുത്തേ പറ്റൂ കേട്ടോ. പ്രത്യേകിച്ച് ആൺകുട്ടികൾ. പെൺകുട്ടികളും ഇപ്പോഴത്തെ തലമുറയിൽ ഒട്ടും മോശമല്ലാന്നാണ് തോന്നുന്നത്. നിങ്ങളും ന്യൂസ് കേൾക്കുന്നവരും ഒക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് നമ്മളുമായിട്ടൊരു ബന്ധം നമ്മളെ മക്കൾക്ക് കുറഞ്ഞു പോകുന്നുണ്ട്, പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൂടെ തന്നെ നിർത്തി വളർത്തുക, നമ്മളെ ഫാമിലിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ അറിയിച്ച് നമ്മളെ കൂടെ ഫുഡ് കഴിക്കാനിരുന്ന് മെയിൻ അത് തന്നെയാണ് കേട്ടോ. നമ്മൾ എല്ലാ സമയം അതായത് വീട്ടിലുള്ള സമയം എന്തായാലും രാത്രി നമ്മളെ വീട്ടിൽ അവരുണ്ടാവുമല്ലോ, നമ്മളെ ഹസ്ബൻഡ് മക്കൾ ഒക്കെ ഉണ്ടാവില്ലേ, ആ ഒരു സമയം രാവിലെയൊക്കെ ചിലപ്പം ഓരോരുത്തർ പോകുന്നത് ഓരോ ടൈമിലായിരിക്കും. അപ്പം അതിൻ്റെ ഒന്നും നമുക്ക് പറ്റണമെന്നില്ല. പക്ഷെ രാത്രി ഇത്ര മണിക്ക് നമ്മൾ ഫുഡ് കഴിക്കും, ഇത്ര സമയത്ത് വീട്ടിലെല്ലാവരും ഉണ്ടായിരിക്കണം,
അതായത് നമ്മളെ മക്കൾ നമ്മൾ അടുത്തുണ്ടായിരിക്കണം എന്നുള്ളൊരു ആ ഒരു ആ ഒരു ചിട്ട നമ്മളെ വീട്ടിൽ നമ്മൾ കൊണ്ടുവരണം കേട്ടോ. പതുക്കെ പതുക്കെ അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള വീട് ഒരുപാടുണ്ടാവും കേട്ടോ. ഭയങ്കര ഹാപ്പിയാണത്. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പം അടുത്ത് നമ്മളെ വീട്ടിലൊരു ഫാമിലി വന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, വിട്ടുപോയി തിരക്കിൽ. അപ്പോൾ റഫീഖാൻ്റെ ഒരു പണ്ട് ഇവിടെ താമസിച്ചവരാട്ടോ. അവർ അമ്പലേരി താമസിച്ചവരാണ്. അപ്പോൾ അങ്ങനെ കുറേ വർഷങ്ങൾ 20 വർഷമായി ഇപ്പോൾ റഫീഖാനെ കണ്ടിട്ടെന്ന് തോന്നുന്നു. അവർ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവിടുന്ന് പോയിട്ട് 20-21 വർഷമായി തോന്നുന്നു. അങ്ങനെ അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് 2 ആൺകുട്ടികൾ അവരുടെ കൂടെ ഉണ്ട്. അവരുമായിട്ടുള്ള ആ ഒരു മിംഗ്ലിങ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കേട്ടോ അവർ നല്ല മക്കളാണ്. കാര്യം ശരിക്കും അങ്ങനെ മക്കളുണ്ടാകാൻ നമ്മൾ ഭാഗ്യം ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ ഭാഗ്യം ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ആ ചെറുതിലേ നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു രീതിയാണ് കേട്ടോ. നമ്മൾ വളർത്തുന്ന ആ ഒരു രീതി തന്നെയാണ് നമ്മളെ മക്കളെ മാറ്റി എടുക്കുന്നതും നല്ലവരാക്കുന്നതും ചീത്തവരാക്കുന്നതും ഒക്കെ. പിന്നെ അല്ലാണ്ടേയും പെട്ടുപോകുന്നവരുണ്ട്, പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ രാത്രി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ മക്കൾ നമ്മളെ കൂടെ വേണം എന്നിട്ട് നമ്മൾ കഴിക്കൂ എന്നുള്ളൊരു ആ ഒരു ജീവിതശൈലിയിലേക്ക് നമ്മൾ മാറണം. അപ്പോൾ നമ്മൾ മുന്നിൽ നമ്മളോട് സംസാരിച്ച് നമ്മളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന മക്കൾ ഒരിക്കലും ഒരു തെറ്റിലേക്ക് പോവില്ല. കുറേ ഒരു എന്താ പറയുക, ഒരു 80% പോകില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ വീട്ടിൽ നല്ലൊരു അടുക്കും ചിട്ടയും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരാം കേട്ടോ. മാക്സിമം പതുക്കെ 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 നമ്മളെ വീട് ഒരു 100%ലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. നമ്മൾ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് നമ്മളെ മക്കളെ നമുക്ക് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. നല്ല മക്കളാക്കി നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം ഞാനെൻ്റെ ചെറിയൊരു അഭിപ്രായം പറഞ്ഞു അത് മാത്രം. എനിക്ക് വളർത്തിയിട്ടുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് റഫീഖ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ. ആ സ്റ്റേഷനത്തെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഓരോ മക്കൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വന്ന് പറഞ്ഞു തരുമ്പോൾ നമുക്ക് സങ്കടം തോന്നും ശരിക്കും പറഞ്ഞാൽ, ഇപ്പോഴത്തെ തലമുറയുടെ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് നമ്മളെ വിഷയത്തിലേക്ക് വരാം. ഞാൻ സ്നാക്സും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ ഒറോട്ടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ ബീഫ് വരട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി സ്നാക്സും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. നല്ല കിടിലൻ സ്നാക്സാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. നിങ്ങളെന്തായാലും ഞാൻ അടുത്ത ദിവസം കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം സെർവ് ചെയ്തു. ഇനിയിപ്പോൾ എല്ലാവരും നോമ്പൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹവ ഉണ്ട്, തനുണ്ട്, മുഹമ്മദ് ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് എന്ന് പറഞ്ഞാൽ ഒറോട്ടിയും കറിയും നമ്മളിപ്പോൾ കഴിക്കില്ല. നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുള്ളൂ. ഇപ്പോൾ നമ്മളെ സ്നാക്സും ചായയും ഒക്കെ കഴിക്കലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്നാക്സ് എല്ലാം കഴിച്ച് കഴിഞ്ഞു. അതിന് ശേഷം മരുവ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാര്യം കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് സമയമൊക്കെ നമ്മൾ വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ കുട്ടികളോടെയും ഒക്കെ ആയിരുന്നപ്പോൾ കുറേ സമയം അങ്ങ് പോയിട്ടാ. അങ്ങനെ പിന്നെ വിചാരിച്ചു വേഗം ഫുഡൊക്കെ ചില ദിവസം നമുക്ക് അങ്ങനെയാവൂലേ, ഫുഡൊക്കെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ എന്തായാലും എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ പൂമോള് പാത്രമൊക്കെ കഴുകുന്നുണ്ട്. ഞാൻ ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ.
നല്ല എണ്ണയും കാര്യങ്ങളും നല്ല കിച്ചൺ നല്ല വൃത്തികേടായിട്ടുണ്ട്. വൃത്തികേട് മീൻസ് താഴെയല്ല കേട്ടോ, ഫ്ലോറിലൊന്നും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ആക്കലേ ഇല്ല കേട്ടോ. വെള്ളവും അങ്ങനെ കിച്ചൺ വേസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫ്ലോറിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒന്നും ആവില്ല കേട്ടോ. എത്ര കുക്ക് ചെയ്താലും ഞാൻ താഴേക്ക് ആക്കലില്ല. പക്ഷേ നമ്മുടെ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് എണ്ണയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഹെവി കുക്ക് ചെയ്താൽ എണ്ണ മെഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ലിക്വിഡ് ഉപയോഗിച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. കാരണം ഇപ്പം തന്നെ അങ്ങ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ ഒരു എണ്ണേൻ്റെ മണവും സ്നാക്സിൻ്റെ മണവും കാര്യങ്ങളും ഒന്നും അകത്തുനിന്ന് പോവില്ല. ഇവിടെ അങ്ങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോയിക്കോളും. ഒന്ന് ഫാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോയിട്ട് വേഗം ക്ലിയർ ആയിക്കോളും. നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ കിച്ചണൊക്കെ നമ്മൾ അപ്പം തന്നെ ക്ലീൻ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം ഇല്ലെങ്കിലാണ് നമുക്ക് പ്രാണികൾ, കൂറ, പ്രാണികൾ, സ്മെല്ല്, ബാഡ് സ്മെല്ല് കാര്യങ്ങൾ എല്ലാം ഉണ്ടാകും കേട്ടോ. നമ്മൾ കിച്ചണെല്ലാം നമ്മൾ വീടേ മോശമാവുകയും ചെയ്യുക. കാരണം അടുക്കളയിൽ നിന്നാണല്ലോ നമ്മൾ അകത്തേക്കും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ അത് കൊണ്ടുപോയിട്ടിട്ടും അവിടെ എവിടെയും പിടിച്ചിട്ടും ഒക്കെ മോശമാവുക. അപ്പോൾ അത് കിച്ചൺ അങ്ങ് പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും എല്ലാം പോകട്ടെ. പിന്നെ ഭക്ഷണ വേസ്റ്റും കാര്യങ്ങളൊന്നും എവിടെയില്ലെങ്കിൽ അങ്ങനത്തെ പാറ്റാക്കൂറ സംഭവങ്ങളൊക്കെ അതും മാക്സിമം പോയിക്കോളും. അത് ഒരു ദിവസമല്ല, നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ കിച്ചണും നമ്മളെ വീട് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ കിടന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എന്തായാലും നമ്മൾ മാത്രമാണെങ്കിൽ എന്തായാലും ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടെ. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മടിയാവും. ഇതിപ്പോൾ എല്ലാവരും ഉള്ളത് കൊണ്ട് എല്ലാവരും ഓരോരോ പണികൾ എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടി തീർന്നു കേട്ടോ. പിന്നെ ഏട്ടത്തി മുഹമ്മദിനെയും കുട്ടികളടുത്തുണ്ട്, ഇല്ലെങ്കിൽ ഓനും നമ്മളെ ഇടയിൽ വരും കേട്ടോ. അതുകൊണ്ട് ഓനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളെ കിച്ചണൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, റഫീക്ക പുറത്ത് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ റഫീക്ക വന്നിട്ട് നമ്മൾ ഒറോട്ടിയും കാര്യങ്ങളൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. മുഹമ്മദിന് റഫീഖ വന്നാൽ പിന്നെ നമ്മൾ ആരെയും പറ്റൂല കേട്ടോ. പിന്നെ റഫീഖ എടുക്കണം, ഒന്ന് പുറത്തു കൂടെ ഒക്കെ പോകണം, വണ്ടിയിൽ പോകണം, അതാണ് മെയിന്. പിന്നെ നമ്മളടുത്ത് കാറടുത്തും വരില്ല. റഫീഖയുടെ ഡ്രസ്സ് മാറ്റാൻ വരെ സമ്മതിക്കില്ല, അങ്ങനെ കളിക്കും കേട്ടോ. അതുവരെ നമ്മളെ കൂടെ തന്നെ ആയിരിക്കും. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. നമ്മൾ റോട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ റോട്ടിയും ഇതാ നമ്മളെ ബീഫ് മുളകിട്ടതും ഒക്കെ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ എൻ്റിലേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പിറ്റേ ദിവസത്തെ 1-2 കാര്യം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാം. പിന്നെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിക്കട്ടെ. ഇതില്ലേ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എൻ്റെ വീടിൻ്റെ അവിടെയുള്ള അയൽവാസികൾ, വെങ്ങപ്പള്ളി അവിടെയുള്ള അയൽവാസികൾ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മളൊരു ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഉപ്പയും ഉമ്മയും അവരെല്ലാവരും ഉണ്ട്. അങ്ങനെ ഞാൻ വേഗം കുറച്ച് ഡ്രിങ്കും കാര്യങ്ങളും ഒക്കെ എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ ബറാത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കറിപ്പായസമല്ലേ, നമ്മളെ പിടിപ്പായസം, കറിപ്പായസം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും
അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ അത് എന്താണ് അവർക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അത് എന്താണ് ഏതാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ കുറേ ആയിട്ട് വീട് കാണാൻ വരണം, വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോരോ അവർക്കും ജോലിയും, ടീച്ചറാണ്, ഒരാൾ നേഴ്സാണ്, അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും പിന്നെ നമ്മൾ തിരക്കാവും, അങ്ങനെ ആയിട്ട് പിന്നെ വരാൻ പറ്റിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾ ബിരിയാണി കഴിക്കാൻ വരണം, ഒരു ദിവസം ഫുഡ് കഴിക്കാൻ വരണം എന്നൊക്കെ എപ്പം പോകുമ്പോൾ പറയലുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ വന്നപ്പോൾ അവർക്കുള്ളതൊക്കെ വേഗം തട്ടിക്കൂട്ടി ഒപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ. പിന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കറിപ്പായസം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.